ടെലിവിഷനും മൊബൈലുമൊക്കെ നിരോധിക്കപ്പെട്ട ഒരു ഗ്രാമം. ഇവിടെ ആധുനിക ഉപകരണങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാനുള്ള അനുവാദം ഇവർക്കില്ല. ചെരുപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല, നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ വൈദ്യുതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില പ്രത്യേക രീതികളുമായി ജീവിച്ചു പോരുന്ന ഒരു ഗ്രാമം. ഇന്ന് യാത്രയുടെ 4ാമത്തെ ദിവസം. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മെയ്വഴിസാല എന്ന ഗ്രാമത്തിലാണ് ഇന്നുള്ളത്. രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടിയാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ ഗ്രാമത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പുറത്തുനിന്നുള്ള വാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് അനുവാദവും വാങ്ങി ഞാൻ പതിയെ അകത്തേക്ക് കയറി. ഗ്രാമത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയാക്കി ചെരുപ്പുകൾ ഉപയോഗിക്കാതെ വേണം ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ ഒരു ഗ്രാമത്തിലുള്ളവർ പുറത്തു പോയാൽ പോലും കാലുകൾ കഴുകി ശുദ്ധിയാക്കി വേണം അകത്ത് കടക്കാൻ. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ഇവിടെ ഗ്രാമത്തിൽ എല്ലാ വീടുകളും ഓലമേഞ്ഞതാണ്. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ വീടുകൾക്കും ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ. ഇതിന്റെ ചുവരുകൾക്ക് ഉയരം കുറവാണ്, എന്നാൽ മേൽക്കൂരയാണെങ്കിൽ നല്ല ഉയരത്തിലും. ഇതിന്റെ പ്രത്യേക രീതിയിലുള്ള നിർമ്മാണത്തെക്കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചു. ചുവരുകളുടെ ഉയരം കുറച്ച് മേൽക്കൂര ഉയരത്തിൽ പണിയുന്നത് പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെ അതിജീവിക്കാനാണ് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ രീതി എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ള എല്ലാ വീടുകളും ഏകദേശം ഒരേ രൂപത്തിലാണ്. വീടിന്റെ വലിപ്പം മാത്രമാണ് വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ വസ്ത്രധാരണം ഒരു പ്രത്യേക രീതിയിലാണ്. പുരുഷന്മാർ വെള്ള വസ്ത്രവും തലപ്പാവും. ഇവർക്കിവിടെ ഒരു ആരാധനാലയം ഉണ്ട്. ഇവിടുത്തെ ആരാധനയ്ക്ക് ഇവര് വണക്കം എന്നാണ് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെയുള്ള ഒരാളോട് ചോദിച്ചു. ഇവരുടെ ആരാധനാ രീതികളൊക്കെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. காலையில் 4 மணிக்கு துந்துமி வணக்கங்க. அதுக்கப்புறமா 11:45 12:15க்கு அரவலம் அப்படின்ற வணக்கம். அதற்கு பிறகு 6 மணிக்கு மாலை வணக்கம். அதற்கு பிறகு 8:30 மணிக்கு தெய்வ தேடு கூடகம். 9 மணிக்கு இரவு வணக்கம். പൂർത്തിയാകും. ഇവിടെ പണമുള്ളവനും ഇല്ലാത്തവനും വേർതിരിവില്ലാതെ ഒരേ ജീവിതശൈലി തന്നെ. സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. 11:45 ഇവരുടെ ഒരു വണക്കം കാണാനായിട്ടുള്ള വെയിറ്റിംഗിലാണ് ഞാൻ. വണക്കത്തിൻ്റെയൊക്കെ ഒരു സമയമായപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ വന്നു തുടങ്ങി. ഇതാണ് ഇവിടുത്തെ വണക്കത്തിന്റെ രീതികൾ. ഇവിടുത്തെ ആചാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന കുറച്ച് മലയാളി കുടുംബങ്ങളും ഈ ഒരു ഗ്രാമത്തിലുണ്ട്. അങ്ങനെ മലയാളിയായ കൊല്ലം സ്വദേശി ദീപകിനെ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും അവരുടെ ജീവിതശൈലിയെക്കുറിച്ചുമൊക്കെ ഞാൻ പതിയെ ചോദിച്ചു. എൻ്റെ പേര് സാലൈ ദീപക് എന്നാണ്. സ്വദേശം കൊല്ലമാണ്. ഞങ്ങൾ 60 കാലഘട്ടത്തിൽ ഇവിടെ വന്നതാണ്. ഞാൻ 3ാമത്തെ തലമുറയാണ്. പിന്നെ ഇതിപ്പോൾ എനിക്ക് മക്കളിപ്പോൾ 4ാമത്തെ തലമുറയാവുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം ഈ ഗ്രാമത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നാണ്. മെയ്വഴിശാല എന്നാണ് ആശ്രമത്തിൻ്റെ പേര്. അപ്പോൾ മെയ്വഴിശാല എന്ന് പറയുമ്പോൾ മെയ് എന്ന് പറയുന്നത് കുറിക്കുന്നത് യഥാർത്ഥം എന്ന് പറയുന്നത്. മെയ് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ളത് പോലെ തന്നെ വഴി എന്ന് തന്നെയാണ് അതിനെ കുറിക്കുന്നത്. അപ്പം സത്യത്തിലേക്കുള്ള വഴി എന്നാണ് അതിന് പൊരുൾ. അകം ബ്രഹ്മാസ്തി തത്വമസി എന്നൊക്കെ പറയുന്ന സത്യം, ആ സത്യത്തെ അറിയുന്ന വഴിയാണ് സാലൈ. അതാണ് മെയ് വഴി സാലൈ. ഇവിടുത്തെ ജീവിത ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര വീടുകളാണ്. നമ്മുടെ ഓല വെച്ച് കെട്ടിയ വീടുകളാണ് മുഴുവനായും. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം അവർ എളിമയായിട്ട് ജീവിതം, അതായത് ഒന്നിനോടും അധികം ആർത്തിയില്ലാതെ, എന്നാൽ ആർത്തി ഇല്ലെന്നല്ല, അധികം ആർത്തി ഇല്ലാതെ ജീവിച്ച് ആ പരമ്പരൻ്റെ അടുത്ത് പോയി ചേരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാ ലൈഫും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്യാസ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെരുപ്പ് ആരും ഇടത്തില്ല. കാരണം ചവിട്ടി നിൽക്കുന്ന തറയെ തൊട്ടാണ് ഈ ദശയിലോട്ട് നോക്കി വണങ്ങുന്നത്. തൊട്ട് തൊടുന്ന സ്ഥലത്ത് ചെരുപ്പിട്ടുകൊണ്ട് നടക്കത്തില്ല. അതുപോലെ തന്നെ മാംസാഹാരം കഴിക്കാറില്ല, മദ്യം ഉപയോഗിക്കാറില്ല, കളവ്, കാമം, പൊയ്, കൊലൈ, പഞ്ചമപാദം ഇതാരും ഇവിടെ ചെയ്യാറില്ല. ഇവിടെ പൊളിറ്റിക്സ് വരാൻ പാടില്ല. അത് നമ്മുടെ ഇതിൽ പറയുന്നത് രാഷ്ട്രീയം വരാൻ പാടില്ല. അതുപോലെ മിലിറ്ററിയിൽ പോകുന്നവരായിട്ട് ആരും കാണത്തില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മൾ ഇരിക്കുന്ന വീടിനകത്ത് വന്ന് വിടുതി എന്നാണ് അതിനെ പറയുന്നത്. വിടുതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇടുപ്പിന് അളവിലേ നമുക്ക് ചുവരിന് പൊക്കം ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് കട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല, സേരകൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ നിലത്തിരുന്നാണ് എല്ലാം ചെയ്യുന്നത്. ഇരുന്ന് കഴിക്കുക പഴയ കാലത്തെ രീതി തന്നെ. എന്താ ചൂട്ടും അടുപ്പും ഇതൊക്കെ തന്നെ ഇവിടെ ഇപ്പോഴും. ഗ്രാമത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടിരുന്ന ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടുന്ന ഇവിടുത്തെ ആളുകളുടെ മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള പ്രത്യേകതകളെക്കുറിച്ചും ഞാൻ അവരോട് ചോദിച്ചു. ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ അടക്കമാണ്. മരിച്ചു കഴിഞ്ഞാൽ അന്നേരം നേരെ ആകുമ്പം ശരീരം പുഴുവരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സ്മെല്ല് വരും, അല്ലെങ്കിൽ കൊണ്ട് ഫ്രീസറിൽ വെക്കണം നമ്മൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം മരണശേഷം തീട്ട് വെളിയിലാവത്തില്ല. അതാണ് ഫസ്റ്റ് അടയാളം. അതൊന്ന്. 2, നെറ്റ് വിയർക്കും. 3, ഒരു പൂക്കൊട്ട ഭാരവേ വരത്തുള്ളൂ. 4, കൈകാലുകൾ ഊനമായിട്ടുള്ളതും പല്ല് തള്ളിയിട്ടുള്ളതും അതുപോലെ തന്നെ കൂന് വീണിട്ടുമുള്ള ശരീരങ്ങൾ അടക്കമായി കഴിഞ്ഞാൽ നേരെയാവും. ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത രീതിയിലെ ശരീരമായി മാറും. അടക്കമായ ശരീരത്തിൽ ആലയത്തിൽ നിന്നും തീർത്ഥം കൊണ്ടു കൊടുക്കും. ആ തീർത്ഥം ഒരു കിണ്ടി തീർത്ഥം ആണ്. ആ ഒരു കിണ്ടി തീർത്ഥം കുടിക്കും. ഒരു തൊട്ട് പോലും വെളിയിൽ പോകത്തില്ല. 2, മണ്ണോട് മണ്ണ് ചേരത്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും അത് കിടക്കും.
ചാലയെപ്പറ്റി അറിഞ്ഞിട്ടവരെല്ലാവരുടെയും ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത്? ഇവർക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? ഏത് ദൈവം പറയും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ? ആരെങ്കിലും പറയുമോ? ഇവരെന്തിനാ? ഞങ്ങളും ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരെ, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഞങ്ങൾക്ക് മാത്രം എന്തോ നരകം കിട്ടും, അപ്പോൾ ഇവർക്ക് മാത്രം സ്വർഗ്ഗം? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യം വരാം. ഈ ഭൂമിയിൽ ആർക്ക് എങ്ങനെയും ജീവിക്കാം. ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, ക്രിക്കറ്റ് താരമാവാം, പൊളിറ്റിക്സ് ആവാം. പക്ഷേ ദൈവികം ആവാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഇവർ. ഇതൊരു കഷ്ടപ്പാടല്ല, ഇതൊരു എളിമയായ ജീവിതമാണ്. നമുക്കൊന്നും കടമില്ല, ആരുടെയും ലോൺ എടുക്കണ്ട, നമുക്കൊരു വണ്ടി ലോൺ എടുത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും. ഇവരുടെ ജീവിത രീതികൾക്ക് എല്ലാം അവരുടേതായ കാരണങ്ങളുണ്ട്. എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഇത് കാണുന്ന നിങ്ങളാണ് പറയേണ്ടത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീടിനകത്തേക്ക് ചെന്നപ്പോഴാണ് ഇവിടെ കട്ടിലുകളൊന്നും ഇല്ലെന്ന് മനസ്സിലായത്. ഇവര് കട്ടിലും കസേരകളൊന്നും ഉപയോഗിക്കാറില്ല അത്രേ. അതുപോലെ തന്നെ ഇവർ പാകം ചെയ്യുന്ന വിറകടുപ്പ് പോലും തറയിലാണുള്ളത്. കരണ്ടും ഫാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ വിശറിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് മണ്ണെണ്ണ വിളക്കുകളാണ്. വീടിനുള്ളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നില്ലെങ്കിലും ഗ്രാമത്തിലുള്ള വഴിവിളക്കുകളെല്ലാം സോളാറാണ്. ഇതൊരു അഡ്വക്കേറ്റിന്റെ വീടാണ്. ഇവരുടെ ജീവിത രീതി അറിയാൻ വേണ്ടി അനുവാദം ചോദിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറി ചെന്നു. സമ്പന്നരാണെങ്കിൽ പോലും ഈ ഒരു ഗ്രാമത്തിൽ ഇവരും വളരെ ലളിതമായിട്ടാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, എത്ര വലിയ വീടാണെങ്കിൽ പോലും ശൗചാലയങ്ങൾ ഗ്രാമത്തിന് പുറത്താണുള്ളത്. ഈ ഒരു ഗ്രാമത്തിന്റെ വിശേഷങ്ങളെല്ലാം മനസ്സിലാക്കി പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം 6 മണിയായി. ഇനി എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് തങ്ങണം. നാളെ ഇനി അടുത്തൊരു ഗ്രാമത്തിലേക്ക്.